ഇന്ന് നമുക്ക് കുറേ കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറിട്ടാലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇതിപ്പം വെള്ള കാന്താരിയും നമ്മുടെ നാടൻ കാന്താരിയും ഉണ്ട്. ഇവിടെ പാൽ കാന്താരി എന്നൊക്കെ പറയും. പിന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 ഡേറ്റ്സ് എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴത്തെയും പോലെ ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ എടുക്കാവൂ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അതിപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാമേ. അതൊന്ന് ചുവന്ന് വരുമ്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു അച്ചാറിന് നമ്മൾ താളിക്കാനായിട്ട് വറ്റൽ മുളകൊന്നും എടുക്കരുത്, കാരണം അതിൻ്റെ എരിവും കൂടി വരും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാന്താരിയും, പിന്നെ അതുപോലെ തന്നെ കാന്താരി കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ടേക്കുവാണ്. ആ ഒരു ഡേറ്റ്സും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്രയും പോരാ, പിന്നീട് ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇങ്ങനെ അച്ചാറിടുമ്പോഴത്തേക്കും ആദ്യമേ ഡേറ്റ്സ് ഇടുമ്പം ആ ഡേറ്റ്സൊക്കെ ഈ ഒരു ചൂടിനകത്ത് കിടന്ന് വെന്ത് ഉടഞ്ഞ് വരും, അതുകൊണ്ടാണ്. ഇതിന് മുമ്പ് നമ്മളൊരു പച്ചമുളകിൻ്റെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ കോംബോ ആണ്. ഈ ഒരു അച്ചാർ പക്ഷേ ബിരിയാണിക്കും പഴങ്കഞ്ഞിക്കും ചോറിനും എല്ലാം നമുക്ക് കഴിക്കാൻ കൊള്ളാം. ഒരുപാടങ്ങ് കഴിക്കരുത്, കാന്താരി എന്ന് പറയുന്നത് ഭയങ്കര എരിവാണ്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി 1/4 ടീസ്പൂണും, അത്രയും വേണ്ട, അതിൻ്റെയും പകുതി മതി. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമൊന്നും ഒഴിക്കരുത്. ഏകദേശം ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു അരപ്പൊക്കെ ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ആ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും ഉപ്പ് കുറവാണ്, ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, പുളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ചും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് കായപ്പൊടി ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. നല്ലൊരു കായത്തിൻ്റെ മണം ഏത് അച്ചാറിട്ടാലും അതിൽ കുറച്ച് മുമ്പേ തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ ആ അച്ചാർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ, നല്ല മണവും കിട്ടത്തുള്ളൂ, നല്ല ഗുണവും കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇരുന്നാൽ പോരാ. നാളെ ആവുമ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് നല്ല ചെറുതായിട്ടൊന്ന് ലൂസായൊക്കെ വരും. അടുത്ത ദിവസം ആയപ്പം കുറച്ചും കൂടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.